ഈ വർഷം 9ാം ക്ലാസ്സിലെ ഓണപരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളെ മുന്നിൽ ബാക്കിയുള്ള ആകെ ദിവസം 24 25 ദിവസം മാത്രം. ആ ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം നിങ്ങൾ നേരെ പരീക്ഷ ഹാളിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഓണപരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങൾ പോവാണ്. എത്ര പേർക്ക് ഇനി വെറും 20 ദിവസം 25 ദിവസം എൻ്റെ മുന്നിലുള്ളൂ, ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോകാനെന്ന കൃത്യമായ ബോധ്യം എത്ര പേർക്കുണ്ട്? ഈ ബോധ്യമില്ലാത്ത ആളുകൾ എത്രയോ കുട്ടികളാണ് കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയ്ക്ക് ഫെയിലായത്, തോറ്റുപോയ ആളുകൾ. എന്നാൽ എൻറ്റയർലി ഈ വർഷ വിദ്യാർത്ഥികൾ അവർ കഴിഞ്ഞ വർഷത്തെക്കാളും പ്രശ്നമാണ് ഇക്കൊല്ലം. കാരണം കഴിഞ്ഞ വർഷം വരെ ഇല്ലാത്ത ഒരു സാധനം 9ാം ക്ലാസ്സിലേക്ക് വരികയാണ്. നിങ്ങളെ മിനിമം മാർക്ക് പാസ്സാവാൻ എത്ര മാർക്ക്? 30% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ വർഷം 9ാം ക്ലാസ് പാസ്സാകത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഇരിക്കും 9-ൽ. പണ്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് 9 തോറ്റാൻ 10 തോറ്റാൻ, ആ പേരൊക്കെ തിരിച്ചു വരാൻ വേണ്ടി പോവുക. അതിനപ്പുറത്തേക്ക് ഇതേപോലെ കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾ തോൽക്കാണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ ടെക്സ്റ്റ് ബുക്കിനെ അവർ പാടെ അങ്ങ് അവഗണിച്ചു. അത് മാത്രമല്ല, എനിക്ക് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട് എന്നതിനെ പറ്റി കൃത്യമായ ധാരണ പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്താ ഒന്നാമത്തെ കാരണം അറിയോ? നിങ്ങൾ പലരും ഓണപരീക്ഷയല്ലേ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ അല്ലേ, കുറച്ച് ചാപ്റ്റർ പഠിക്കാനുള്ളൂ. ശരിയാ, കുറച്ച് ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. എന്നാൽ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാണ്ട് ഓണപരീക്ഷയ്ക്ക് കാണിച്ചു തരാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഞെട്ടും. അതായത് നിങ്ങളെ മാത്സിന് 6 ചാപ്റ്റർ ഉണ്ട്, അതുപോലെ ഫിസിക്സ് 3, കെമിസ്ട്രി 3, ബയോളജി 3, സോഷ്യൽ ജോഗ്രഫി പ്ലസ് ഹിസ്റ്ററി 6 ചാപ്റ്റർ, ഇംഗ്ലീഷ് 2 യൂണിറ്റുമാണ് 6 ചാപ്റ്റർ, മലയാളം 2 യൂണിറ്റ് 6 ചാപ്റ്റർ, മലയാളം സെക്കൻഡ് 1 യൂണിറ്റ് 4 ചാപ്റ്റർ, അതുപോലെ ഹിന്ദി 2 യൂണിറ്റ് അറൗണ്ട് 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ടോട്ടൽ ഓണപരീക്ഷയ്ക്ക് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ള 9ാം ക്ലാസ്സിലെ മൊത്തം ചാപ്റ്റേഴ്സിന് എണ്ണത്തിലാണ് 45-ലധികം ചാപ്റ്റേഴ്സ് എവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ടടാ നിലവിൽ സിലബസ് പ്രകാരം. എത്ര പേര് കൃത്യമായി ഇതിനെപ്പറ്റി ധാരണയുണ്ട്? എത്ര പേര് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്? നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുക, ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തോറ്റുപോയ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ആളുകൾ ഈ വർഷം തോൽക്കും. ചിലപ്പോൾ നിങ്ങൾ അതിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടോ. ഒന്നാമത്തെ കാര്യം, പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. നന്നായി ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ റിവിഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാലും ഇനി റിവൈസ് ചെയ്യാൻ സമയമുണ്ടോ സാർ? സമയമുണ്ട്. 25 ദിവസങ്ങൾ മുന്നിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും അതുപോലെ രാത്രിയും നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് സമയം ഏതാണോ ആ സമയത്ത് റിവിഷനാണ്. ഞാൻ പഠിക്കുന്ന കാര്യത്തെ പറ്റിയല്ല പറയുന്നത്, മുൻ കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് അത് 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ കൃത്യമായ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ചാപ്റ്റേഴ്സിനെ 1 2 പേജിൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നിങ്ങൾ എഴുതി തയ്യാറാക്കി റിവിഷൻ നടത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നന്നായി പഠിക്കാൻ 9ാം ക്ലാസ്സിൽ പഴയ പോലെ നന്നായി പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞ 30% മിനിമം മാർക്ക് വാങ്ങിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ. 80 മാർക്കിൻ്റെ പരീക്ഷയാണ് 24 വാങ്ങിയാലേ പാസ്സാകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരുപാട് പരിപാടികൾ ചിലപ്പോൾ വരും. നിങ്ങളുടെ ഫാമിലി അവിടെ പോകാൻ ഇവിടെ പോകാൻ അത് ഇത്, അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വിനോദമാണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എക്കാലത്തെയും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ലെവലിൽ നിങ്ങൾ എത്താൻ സാധിക്കുന്ന ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ തീരുമാനിക്കുക. നമ്മൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മൾ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്, നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ വിജയം. നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ പഠിക്കാമെന്നാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ ഒരു സംശയം വേണ്ട, ഇത്തവണ നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് ഫെയിൽ ആവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നന്നായി പഠിക്കാണ്ട് മക്കളെ, നന്നായി പഠിക്കാണ്ട്. ഈ ചാപ്റ്റേഴ്സ് എണ്ണം തന്നെ നിങ്ങൾ നോക്ക്. ഈ ചാപ്റ്റേഴ്സിന് എണ്ണം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 45ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാണ്ട്. ഇതിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു? നിങ്ങളൊന്ന് വീഡിയോ ഈ ഒരു പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ എത്ര ചാപ്റ്റർ പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സാറേ ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങി, പക്ഷെ ഞാൻ പഠിച്ചു തുടങ്ങും. കാരണം ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങൾ തോറ്റുപോകും. സോ അതിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഐഡിയ വേണം, ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകും. ഓണപരീക്ഷയ്ക്ക് എനിക്ക് എത്ര പഠിക്കാണ്ട്, എനിക്ക് എത്ര ദൂരം സഞ്ചരിക്കാനുണ്ട് എന്ന കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ദൂരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അലസമായി പതുക്കെ അവിടുത്തെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. സോ കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്പീഡിൽ സഞ്ചരിച്ചാൽ മാത്രമേ ആ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ അധികം സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യാനുള്ള ബോധം നിങ്ങൾക്ക് വേണം. അത് കൃത്യമായ റിവിഷനിലൂടെ ഷോർട്ട് നോട്ടിലൂടെ പ്രയോറിറ്റി നൽകിക്കൊണ്ട് പഠിച്ചാൽ നിങ്ങൾ തോൽക്കില്ല.
ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒരു ധാരണയും നിങ്ങൾക്കില്ല. അത് എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ ചിന്തയെങ്കില്ല. കഴിഞ്ഞ വർഷത്തെ തോറ്റ വിദ്യാർത്ഥികൾ കൂടെ നിങ്ങളും ഉൾപ്പെടുമെന്നായിരുന്നു സംശയമില്ല. സോ എജുപോണിന്റെ ക്ലാസ് കണ്ട് വളർന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും എവിടെയും തോൽക്കാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ ചെറിയ കുട്ടിയല്ല, എനിക്ക് കുറേ പഠിക്കാനുണ്ട്, എൻ്റെ പ്രയോറിറ്റി ഞാൻ ഈ ഒരു മാസം കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ എൻ്റെ പഠനത്തിലേക്കാണ് എന്ന ബോധ്യം, ധാരണ എൻ്റെ മക്കൾക്ക് വേണം. നിർബന്ധം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിഹാൽ സാറേ ഞാൻ തുടങ്ങിയെന്നാണ് എൻ്റെ കമൻറ്റ് വേണ്ടത്. താഴെ ഞാൻ പഠിച്ചു തുടങ്ങാൻ തീരുമാനിച്ചു, ഞാൻ തുടങ്ങി, ഇന്നു മുതൽ ഞാൻ പഠിച്ചു തുടങ്ങാൻ എന്ന കമൻറ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഒന്ന് അയച്ചു കൊടുക്കുക. പലർക്കും അറിയില്ല എത്രത്തോളമാണ് ഇതിൻ്റെ വ്യാപ്തി എന്നുള്ളത്. സോ അവബോധരായിരിക്കുക, നല്ല മക്കളായി പഠിക്കുക. എന്തിനും എജുപോൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും എഡ്യൂക്കേറ്റർ റിലേറ്റഡ് കൺസേൺ ഒക്കെ വേണം, നിഹാൽ സാറിൻ്റെ യൂട്യൂബ് ചാനൽ, എൻ്റെ ഇൻസ്റ്റാ പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സന്ദർശിക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായി പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.